എടാ ടിൻഡു, നീ എങ്ങോട്ടാ? ഞാനെന്ത് ബാങ്ക് വരെ. ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം. ഒരു ലോൺ എടുത്ത് സ്വന്തം കാശ് കൊണ്ട് പഠിക്കണം. ഇനി എങ്ങനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക എനിക്ക് താല്പര്യമില്ല. എന്തു പറ്റി ഇങ്ങനൊരു മനംമാറ്റം വരാൻ? ഫീസ് അടയ്ക്കാൻ അച്ഛൻ തന്ന കാശുകൊണ്ട് നീ മിഠായി വാങ്ങിക്കാനല്ലേ? ആ കാശുകൊണ്ട് ഞാൻ ഡുണ്ടുവാളൊക്കെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. ഇനി ഫീസ് അടയ്ക്കാൻ നിവർത്തിയുള്ള മോനെ. ഹോ, നിന്റെ ഒരു കാര്യം അല്ലടാ. ബാങ്കിലേക്ക് അതിലേ പോണ്ടത്, നീ എന്താ ഇതിലേ പോകുന്നത്? ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ടിൻഡു ആരാ മോൻ? ഹോ, ഇവനൊരു സംഭവം തന്നെ. നാട്ടിലെ എല്ലാ ഊടുവഴികളും അവനറിയാം. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ, തിരിച്ചു പോയാലോ? അല്ലേ വേണ്ട, ആ ചിഞ്ചു കണ്ട സകല ഇമേജും പോവും. ദൈവമേ കാത്തോളണേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, വെള്ളത്തിൽ വീണേ, അയ്യോ രക്ഷിക്കണേ. മോനെ 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 മോനൊന്നും പറ്റിയില്ലല്ലോ? താനാണോ എന്നെ രക്ഷിച്ചത്? അതെ, ഞാനാ മോനെ രക്ഷപ്പെടുത്തിയത്. എങ്കിൽ പറയടോ, എന്റെ ഒരു ഷൂ എവിടെ? എടോ, ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത. ഏതായാലും വെള്ളത്തിൽ ചാടി. എങ്കിൽ പിന്നെ ആ ഷൂ കൂടി എടുത്തു തന്ന എന്തായിരുന്നു? എവിടുന്ന് വന്നടാ ഇവൻ? ഇക്കാലത്ത് ഒരുത്തനെ സഹായിക്കരുതെന്ന് പറയുന്ന ഇതാ. നിനക്ക് എന്തു പറ്റി? എങ്ങനെയാ നീ വെള്ളത്തിൽ വീണത്? പുല്ലേ, വെള്ളത്തിൽ വീണിട്ടൊരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി എങ്ങനെയാ വീണത് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീടും ചാടണോ? നിങ്ങൾ തന്നാലുണ്ടല്ലോ. ആരെ കാണാനാ? ആരെയാ കാണേണ്ടതെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വിളിച്ചു കാണിച്ചു തരും കേട്ടോ. എനിക്ക് ദൈവത്തെ കാണണം. എന്താ കാണിച്ചു തരൂ? എടോ, എനിക്ക് മാനേജറെ കാണാനാ. ഞാൻ മൂപ്പരുടെ സ്വന്തം ആളാ. മേ കമ്മിങ്? യെസ്. എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം സാർ. മോനെന്താ വെള്ളത്തിൽ വീണോ? ഏയ് അല്ലല്ല, കുളിച്ചിട്ട് തല ഓർത്താൻ സമയം കിട്ടിയില്ല. പഠിക്കുന്ന തിരക്കിലായിരുന്നു. വെരി ഗുഡ്. മോനെ പോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ലോൺ കൊടുക്കുന്നത്, അറിയോ? അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ലോൺ തരണ്ട. നല്ല മനസ്സോടെ ആണെങ്കിൽ മാത്രം മതി. അയ്യോ മോനെ, അതല്ല, പലിശ ഇല്ലാതെ തരാമെന്നാ പറഞ്ഞത്. പക്ഷേ അതിന് സെക്യൂരിറ്റി വേണം. മോൻ പഠിച്ചില്ലേലും ബാങ്കിന് കാശ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഇവിടെ വാദിക്ക ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അയാള് പോരെ? അയ്യോ, ഈ ചെക്കനെ കൊണ്ടിത്. ആ സെക്യൂരിറ്റി അല്ല മോനെ. മോന് ബാങ്ക് തരുന്ന കാശിന് സ്വന്തം ജാമ്യമോ അല്ലെങ്കിൽ ആൾ ജാമ്യമോ വേണം. സ്വത്ത് അതല്ല, പിന്നെ ആൾ ജാമ്യം. അത് സാറ് തന്നെ എനിക്ക് പോരെ? മോനെ, അതിന് നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ജാമ്യം നിൽക്കുക? ഓ, അത്രേ ഉള്ളൂ. എന്നാ നമുക്ക് പരിചയപ്പെടാം. ഞാൻ 4ാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഹൗസ് നമ്പർ 10, ഗാന്ധിനഗർ കോളനി. ഇനി സാറിന്റെ പേരും അഡ്രസ്സും പറ. മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. വർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ. ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചുകൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായി എന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി.
ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ആ ഞാനാ ഇപ്പൊ ഉറുമ്പ്. എടാ ടിൻഡു, നീ എന്താ ഇന്ന് സ്കൂളിൽ വരാതിരുന്നത്? ഒന്നും പറയണ്ട. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതല് ഭയങ്കര തലവേദന ഉള്ളതുപോലെ ഒരു തോന്നൽ. എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചോ? എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്? തലവേദന ഉള്ളതുപോലെ ഒരു തോന്നലല്ലേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തോന്നുമ്പോ ഡോക്ടറെ കാണാൻ പറ്റുമോ? ആ, അപ്പൊ ക്ലാസ്സിൽ വരാതിരിക്കാനുള്ള അടവായിരുന്നല്ലേ. നിനക്ക് മിസ്സായി മോനെ. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഫുള്ള് ഗെയിംസും കളിയും ഒക്കെ ഇന്ന് നല്ല ദിവസമായിരുന്നു. ഇതൊക്കെ എന്ത് സുഖം. ശരിക്കുള്ള സുഖം എന്തേ ഇതൊന്നല്ല. ടിൻഡു, നിനക്ക് അങ്ങേയറ്റം സുഖം കിട്ടുന്ന കാര്യം പിന്നെ എന്താ? അതോ, രാവിലെ 8 മണിക്ക് ഉണരാൻ വേണ്ടി നമ്മൾ അലാറം വെച്ച് കിടക്കും. എന്നിട്ട് അലാറം ഇങ്ങനെ കിടികിടികിടീന്നടിക്കും. അപ്പൊ അലാറം ഓഫ് ചെയ്ത് പിന്നെ മൂടി പൊതച്ച് അങ്ങോട്ട് കിടന്നുറങ്ങും. ഓഹോ, അപ്പൊ അലാറം ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്നതാണല്ലേ ഏറ്റവും സുഖമുള്ള കാര്യം? ഏയ്, ഏറ്റവും സുഖമുള്ള കാര്യം അതൊന്നല്ല. അങ്ങനെ മൂടി പൊതച്ച് കിടന്നുറങ്ങുമ്പോ അമ്മ വന്ന് പുതപ്പ് മാറ്റി ചന്തിക്ക് 4 പെട തരും. ആഹാ, ചന്തിക്കിട്ട് 4 തല്ലു കിട്ടുന്നതായിരിക്കും നല്ല സുഖമുള്ള കാര്യം. ഏറ്റവും സുഖം അതൊന്നുമല്ല. തല്ലു കിട്ടിയിട്ട് ഒരു കൂസലും ഇല്ലാതെ ഞാൻ കിടന്നുറങ്ങും. അച്ഛൻ വന്ന് എന്നെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തി ഒരു ബക്കറ്റ് വെള്ളം അങ്ങ് തലേ കൂടെ ഒഴിക്കും. ആഹാ, അപ്പൊ നിനക്ക് ഏറ്റവും സുഖമുള്ള കാര്യം അതാ? ഉറക്കത്തെ വിളിച്ചുണർത്തി തലക്കൂടെ വെള്ളം ഒഴിക്കുന്നത് ഏറ്റവും സുഖം അതൊന്നല്ല. അങ്ങനെ കുളിച്ച് മാറ്റി സ്കൂൾ യൂണിഫോം ഇട്ട് സൈക്കിളിൽ സ്കൂളിൽ പോകുന്ന വഴി ബസ് സ്റ്റോപ്പിൽ ഡുണ്ടുമോളെ കാണും. അങ്ങനെ ഡുണ്ടുമോളെ നോക്കി 2 കമന്റ് അടിക്കും. അപ്പൊ അവൾ ഇംഗ്ലീഷിൽ 4 തെറി പറയും. ഓഹോ, ഓ, അപ്പൊ ഇംഗ്ലീഷിൽ തെറി കേൾക്കുന്നതാണോ ഇത്രയും നല്ല സുഖം? തീർന്നില്ല. ആ തെറി കേട്ടിട്ടും ഞാൻ പോവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ നാട്ടുകാരെന്നെ ഓടിക്കും. ഓടി കൃത്യസമയത്ത് സ്കൂളിലെത്തും. അങ്ങനെ കൃത്യസമയത്ത് സ്കൂളിലെത്തുമ്പോ എന്നെ സ്ഥിരം ഗെറ്റ് ഔട്ട് അടിക്കുന്ന ടീച്ചറേ വെരി ഗുഡ് ടിൻഡു മോൻ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറയും. അത് കേൾക്കുമ്പോ മനസ്സിലൊരു കുളിർമ. അപ്പൊ ടീച്ചറ് വെരി ഗുഡ് പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് ഏറ്റവും സുഖല്ലേ? ഏയ്, ഏറ്റവും സുഖം അതൊന്നുമല്ല. അങ്ങനെ ക്ലാസ്സിലിരുന്ന് ഫസ്റ്റ് പീരീഡ് കഴിയാറാവുമ്പോ ത്രുടിക്കാൻ മുട്ടും. ടോയ്ലറ്റിൽ പോവാം ടീച്ചറോട് പെർമിഷൻ ചോദിക്കാൻ മടിച്ച് 2 കൈയും കാലിന്റെ ഇടയിൽ തിരികി ആ മൂത്രം അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കും. അത് ശരി, മൂത്രം കൺട്രോൾ ചെയ്യുന്നതാണോ ഇത്രയും വലിയ സുഖം? മോനെ, അങ്ങനെ കൺട്രോൾ ചെയ്ത് സെക്കൻഡ് പീരീഡിന്റെ പകുതി വരെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിരിക്കും. അയ്യേ, ഇതാണോ ഏറ്റവും വലിയ സുഖം? അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പൊ പോകും എന്ന സ്ഥിതി എത്തുമ്പോ ഇന്റർവെൽ ടൈം വരെ കാത്തു നിൽക്കാതെ ബെഞ്ചിലിരുന്ന് ടൗസറിൽ തന്നെ അതങ്ങ് സാധിക്കും. ആഹാ, എന്റെ പൊന്നു മോനെ, ആ ഒരു സുഖമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സുഖം. എന്താ പ്രഭാകര വിശേഷം? ഞാൻ വന്നത് വിശേഷം പറയാനല്ല, 2 ചീത്ത പറയാനാ. നിങ്ങളുടെ മകന്റെ കരുനാക്ക് കാരണം എന്റെ മകന്റെ ഭാവി പോയില്ലേ. കരുനാക്കോ? ഭാവിയോ? എന്ത് വർത്തമാനാ നിങ്ങൾ ഈ പറയുന്നത്? ഭാവിയും വർത്താനവും അല്ല, നിങ്ങൾ ആ ഭൂതത്തെ ഇങ്ങോട്ട് വിളിക്ക് മകനെ. അവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എടാ ടിൻഡു, ടിൻഡു, ഇവിടെ വാടാ. എന്താ അച്ഛാ? അല്ല, ഇതാര് പ്രഭാകരൻ ചേട്ടനോ? ഇപ്പൊ കണ്ട കീരിക്കാടം നിൽക്കുന്നത് പോലെ ഉണ്ട്. എന്താ ഒരു പവറ്. അയ്യോ, ഈ കരുനാകൻ എന്റെ അച്ഛന്റെ ബോധം കെടുത്തിയേ. അയ്യോ, അയ്യോ, കണ്ടോ, ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ.
ഇവൻ കരുനാക്ക് വളച്ച് എന്ത് പറഞ്ഞാലും പ്രശ്നമാ. പാടാ മോനെ, ഇനി ഇവിടെ നിന്നാ ശവമായി പോവും. എന്താ ടിൻഡു മോനെ ഇത്? അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ അച്ഛാ? അപ്പൊ പ്രഭാകരൻ തലചുറ്റി വീണതോ? അതൊക്കെ അയാളുടെ ഒരു അടവാ. ഞാൻ കരിനാക്കനും കരിങ്കണ്ടനും ഒന്നും അല്ലാന്ന് ഇപ്പൊ തെളിച്ചരാം. ദാ നമ്മുടെ വാഴ കഴിച്ചിരിക്കുന്നത് കണ്ടോ അച്ഛാ? കണ്ടു. അടുത്ത ആഴ്ച വെട്ടാനുള്ള കുലയാ. ശരി, ഞാൻ ആ കുല നോക്കി എന്തെങ്കിലും ഒന്ന് പറയട്ടെ. അത് വേണോ? മൂപ്പെത്തിയ കുലയാ. അന്ധവിശ്വാസം തെളിയിക്കാനല്ലേ അച്ഛാ? ശരി, നീ എന്തെങ്കിലും ഒന്ന് പറയ്. എന്റെ അമ്മേ, ഇതെന്തൊരു കുലയാ? എടാ ദ്രോഹി, നീ അതും നശിപ്പിച്ചോ? കുരുത്തം കെട്ടവനെ. അപ്പൊ സംഗതി ഉള്ളതാണല്ലേ? മിണ്ടരുത്, നീ ഒരക്ഷരം മിണ്ടിപ്പോരുത് നീ. നമസ്കാരം. അല്ല, എന്താ ഇത്? ഇവന്റെ വായ എന്തിനാ ഇങ്ങനെ ടാപ്പിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും പറയണ്ട അമ്മാവ, ഇവന്റെ കരിനാക്ക് കൊണ്ട് പൊറുതിയില്ലാഞ്ഞിട്ടാ. ദാ നല്ല കൊലയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. വാഴക്കൊല വെട്ടിയിട്ട പോലെയല്ലേ വീണത്. എങ്കിൽ ഇവനെ എനിക്ക് വേണം. ആ പലിശ കുമാരനെ ഒരു പാഠം പഠിപ്പിക്കാനാ. പലിശ വാങ്ങി 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 അവൻ എന്നെ വഴിയാധാരമാക്കി. ഇവനെ കൊണ്ടുപോയി അവനെ നോക്കി 2 നല്ല വാക്ക് പറയിപ്പിക്കണം. നീ വാടാ ടിൻഡു. ആ പലിശ കുമാരൻ വരുന്നുണ്ട്. നീ അവനെ നോക്കി നല്ല വർത്താനം എന്തെങ്കിലും പറയും. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. ദാ അവിടെ ദൂരെ ഒരു മരം കണ്ടോ? അതിന്റെ ചുവട്ടില് ഒരു കലുങ്ക് കണ്ടോ? എവിടെ? അതാ അവിടെ. ആ കലുങ്കിന്റെ അരികിലൂടെ വെളുത്ത ഷർട്ടിട്ട് വരുന്ന ആളെ കണ്ടോ? അതാണ് കുമാരൻ. ഹോ, എന്റെ അമ്മാവന്റെ ഒരു കാഴ്ച ശക്തി, എന്താ പവറ്! അയ്യോ, എന്റെ കണ്ണു പോയേ. അയ്യോ. എന്താടാ ഇരുന്ന് കാറ്റടിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഇവനിത് എന്തു പറ്റി? എന്താടാ നിനക്ക്? ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താടാ നിനക്ക്? ഗ്യാസിന്റെ ഉപദ്രവം വല്ലതും ഉണ്ടോ? അച്ഛ, ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്നാലിത് നേരത്തെ പറയണ്ടേ? എടാ, കുട്ടികൾക്ക് സംശയം ഉണ്ടാവണം. അതൊരു നല്ല ശീലമാണ്. അമ്മ പറയുന്നത് അച്ഛന് സംശയം ഒരു രോഗാണെന്നാ. അത് കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യമാണ്. എങ്കിലേ നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. എന്താ സംശയം? കേൾക്കട്ടെ. അച്ഛാ, തവളയില്ലേ തവള? തവള കണ്ണട വെക്കൂ? ഓ, ഇതാണോ ഇത്രയും വലിയ സംശയം? എടാ, തവള എന്തിനാടാ കണ്ണട വെക്കുന്നത്? തവള കണ്ണട വെക്കില്ല. താങ്ക് യു അച്ഛാ. എന്താടാ? അച്ഛാ, ഒരു സംശയം കൂടെ. തവളക്ക് മുടി ഉണ്ടാവോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. തവളയ്ക്ക് എവിടെയാടാ മുടി? അത് ശരി, തവളക്ക് മുടി ഉണ്ടാവില്ലല്ലേ? ഇവന്റെ ഓരോ സംശയങ്ങളെ കൊള്ളാവുന്ന വല്ലതും ആണെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഓ, വീണ്ടും വന്നു. ഇനി എന്താടാ സംശയം? തവള മുണ്ടും ബ്ലൗസും ഇടുവോ? പിന്നെ തവള മുണ്ടും ബ്ലൗസും ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്മായിയുടെ കല്യാണത്തിന് പോവുകയല്ലേ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. അത് ശരി, മുണ്ടും ബ്ലൗസും ഇടുവില്ലല്ലേ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടി, ഒരു വടിയും എടുത്തേ. കുറെ നേരമായിട്ട് ഇവൻ എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഒരു സംശയം കൂടെ അച്ഛാ, ഒടുക്കത്തെ സംശയം. എന്താന്ന് വെച്ചാ ചോദിച്ച് തൊലയ്ക്ക്. തവളക്ക് നീന്താൻ അറിയോ? എടാ, തവള എന്ന് പറയുന്ന ജീവി വെള്ളത്തിലും കരയിലും ജീവിക്കും. കരയിലൂടെ ചാടി നടക്കും. വെള്ളത്തിലാണെങ്കിൽ നീന്തും. മനസ്സിലായോ? അത് ശരി, തവളക്ക് നീന്താൻ അറിയാമല്ലേ? ഇവന് രാവിലെ തന്നെ ആരോ തവളയിൽ കൂടോത്രം ചെയ്തു എന്നാ തോന്നുന്നത്. ആ പോട്ടെ, ചിലപ്പോ പഠിക്കാനുള്ള വല്ലതും ആയിരിക്കും. അച്ഛാ, ഇനിയും സംശയമാണോ? തവള കണ്ണട വെക്കില്ലല്ലോ? ഇല്ല. തവളക്ക് മുടി ഉണ്ടാവില്ലല്ലോ? ഇല്ലടാ. മുണ്ടും ബ്ലൗസും ധരിക്കില്ലല്ലോ? ഇല്ല എന്നല്ലേ പറഞ്ഞത്. തവളക്ക് നീന്താൻ അറിയാലോ? അറിയാമെടാ. മൈ ഗോഡ്, അച്ഛാ ചതിച്ചു. എന്താടാ? നമ്മുടെ വല്യമ്മ കിണറ്റില് വീണു. അല്ല, ആരിത്? ടിൻഡുമോനോ? കണ്ടിട്ടെന്ത് തോന്നുന്നു?
എന്താ കാലത്ത് തന്നെ വിശേഷിച്ച്? ഓ, നമുക്കെന്ത് വിശേഷം? വിശേഷമൊക്കെ നിങ്ങൾക്കല്ലേ? അല്ല, ടിൻഡു മോന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നത് ഇന്നലെയല്ലേ? അതൊരു വിശേഷം അല്ലേടാ ടിൻഡു? അച്ഛൻ ഗൾഫിലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആകെപ്പാടെ എനിക്ക് കൊണ്ടുവന്നത് എന്താന്നറിയാമോ? ഒരു കമ്പ്യൂട്ടർ, ഒരു മൊബൈൽ ഫോൺ, വെറും 7 കൂട്ടം ഡ്രസ്സ്, ഒരു പാക്ക് പേന, 4 ബോക്സ് ചോക്ലേറ്റ്, ഒരു ഗെയിം സെറ്റ്, പിന്നെ കുറെ കാറും വിമാനവും കുന്തും കൊടച്ചക്രവും. വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ചിഞ്ചുവിന് കുറെ സാധനങ്ങൾ കൊണ്ട കൊടുത്തു. ഒരു മിടിയും ഒരു ടോപ്പും. പിന്നെ നിനക്ക് എന്ത് വേണമായിരുന്നു? ആവശ്യത്തിനുള്ളതെല്ലാം ആയല്ലോ. ഉണ്ടയിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഒരു തോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കേട്ട ഭാവല്ല. അമേരിക്കയിലെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികള് കാട്ടിക്കൂട്ടുന്നത് വായിക്കുമ്പോ കൊതിയാവുക മനുഷ്യന്. ഇത് പറയാനാണോ ടിൻഡുമോൻ രാവിലെ തന്നെ ഇങ്ങ് വന്നത്? അയ്യോ ചേട്ടാ, അത് ഞാൻ മറന്നു. 4 ചോക്ലേറ്റ് ഇവിടെ തരാ അച്ഛൻ പറഞ്ഞു. 4 ചോക്ലേറ്റോ? അമ്മേ, ചോക്ലേറ്റ് എന്ന് കേട്ടപ്പോ തന്നെ എന്തൊരു ആക്രാന്തം. കൈ കിട്ടിയ എന്താവും സ്ഥിതി? എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും. 4 ചോക്ലേറ്റ് എനിക്ക് സമ്മാനമായിട്ട് തരാൻ അച്ഛൻ പറഞ്ഞോ? എന്റെ അച്ഛൻ എന്താ പ്രാന്തുണ്ടോ? അങ്കിളിന് 4 ചോക്ലേറ്റ് സമ്മാനം തരാൻ? ഇതേ അങ്കിളിന്റെ മക്കൾക്കുള്ളതാ. 2 എണ്ണം അനുവിന്, 2 എണ്ണം മനുവിന്. ഏതായാലും സമ്മാനവുമായിട്ട് വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കഴിച്ചിട്ട് പോവാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാ പ്രശ്നമാ. അങ്കിള് ബുദ്ധിമുട്ടും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനിപ്പോ ചായ എടുക്കാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാൽ എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നും. എന്താണെന്നറിയില്ല, ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെയാ. വല്ല അസുഖാണോ അങ്കിൾ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചായ കഴിച്ചതാ. ഉടനെ 4 ചോക്ലേറ്റ് തിന്നു. എടാ, അത് അസുഖമൊന്നുമല്ല. വേണമെങ്കിൽ ചായ എടുക്കാം. വീട്ടിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ മതിയല്ലോ. അതല്ലേ അങ്കിളിന് ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞത്. വീട്ടില് ചോക്ലേറ്റ് തീർന്നു. ഇനി അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ചായ എടുത്തോളൂ. ഞാൻ ഇപ്പോഴാ ഓർത്തത്, പഞ്ചസാര തീർന്നു. പഞ്ചസാരക്കൊക്കെ എന്താ വിലയല്ലേ അങ്കിൾ? പഞ്ചസാര വേണോന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷേ എടാ, ഗ്യാസ് രാവിലെ തീർന്നു. ഷോ, അല്ലെങ്കിലും ഗ്യാസിന് വില കൂടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വിറക് കത്തിച്ചാ മതിയെങ്കിൽ. വിറക് നനഞ്ഞു പോയടാ. എന്നാ പിന്നെ ശരി, അച്ഛനോട് പറഞ്ഞേക്ക് സമ്മാനമായി തന്ന 4 ചോക്ലേറ്റിന് നന്ദി പറയാൻ ഞാൻ വൈകിട്ട് വരുന്നുണ്ടെന്ന്. ഛേ, ആ അങ്കിൾ എന്നെക്കാളും ഭയങ്കരനാണല്ലോ. എന്താ കാര്യം? അത് പിന്നെ അങ്കിൾ, അച്ഛനോട് താങ്ക്സ് പറയാനായി മാത്രം അങ്കിള് വീട്ടിൽ വരണമെന്നില്ല. അങ്കിള് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞതായി ഞാൻ പറഞ്ഞോളാം. എന്താടാ, നീ ഇനിയും പോയില്ലേ? അതെ, അങ്കിള് വൈകിട്ട് വീട്ടിൽ വന്ന് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറയാൻ തീരുമാനിച്ചു അല്ലേ? അതെ, ഞാനത് തീരുമാനിച്ചതാണ്. അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ? കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പഴയ ആളുകളല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ വൈകിട്ട് വീട്ടിൽ വന്ന് താങ്ക്സ് പറയുമ്പോ 8 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞൂടെ? അച്ഛൻ സ്കൂളിൽ പോവാണേ. നിനക്ക് ബാഗൊന്നും വേണ്ടേ? ഞാൻ ജംഗ്ഷനിൽ നിന്ന് 2 കൂലിക്കാരെ ഇങ്ങോട്ട് വിടാം. അച്ഛൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഇവന്റെ ഒരു കാര്യം. അല്ലേ വേണ്ട, ഇന്ന് സ്കൂളിൽ NSSന്റെ മരംനാടൽ പരിപാടിയാ. അത് തന്നെയാ നല്ലത്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മരം പിടിപ്പിക്കലാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ബുദ്ധി നമ്മുടെ ടീച്ചർമാർക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചമ്പൽക്കാട് തന്നെ ഉണ്ടായിരുന്നേനെ. മേ ഐ കം ഇൻ സർ? ഇപ്പൊ സമയം എന്തായി? 9 മണിക്ക് എത്തണമെന്ന് അറിയില്ലേ? 9 മണിക്കോ? 9 മണിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 9 മണിക്കൊന്നും സംഭവിച്ചില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന അറിയില്ലേ? എന്താ ലേറ്റ് ആയത്? അത് പിന്നെ സാറേ, എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ഓണപ്പരീക്ഷക്ക് നീ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞല്ലേ ലീവ് എടുത്തത്? അത് പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ മുത്തച്ഛൻ വീണ്ടും കെട്ടി. ഉത്തരമല്ലാണ്ട് പറയില്ല. കേറ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ടിൻഡു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്.
ഈ മരങ്ങൾ മുറിക്കാതെ സംരക്ഷിച്ചാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരം നമുക്ക് തണൽ തരുന്നു, പിന്നെ മരം ഉണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയും. അപ്പ സാറേ, ഈ മീശ വെക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണ്. ഇവനെ ഇന്ന് ഞാൻ എടാ, മീശയും മരവുമായിട്ട് എന്ത് ബന്ധമാ? മരം കൊണ്ടുള്ള വേറെ 2 ഗുണങ്ങൾ പറയൂ. മരം മുറിച്ചു വിറ്റാ കാശ് കിട്ടും, പിന്നെ മരം കൊണ്ട് ജനലും വാതിലും ഉണ്ടാക്കാം. മതി ഇരിക്കെ. ഇന്നലെ ഞാൻ എല്ലാവർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? വെരി ഗുഡ്. അപ്പൊ ഒരാള് കുഴി വെട്ടണം, മറ്റേയാൾ മരം നടണം, പിന്നെ 3-മത്തെ ആൾ കുഴി മൂടണം. ഓക്കേ? ഓക്കേ. എന്താ ടിൻഡു ഇത്? കുഴി വെട്ടിക്കഴിഞ്ഞാൽ മരം വെച്ചിട്ട് വേണ്ടേ കുഴി മൂടാൻ? അത് പിന്നെ സാറേ, ചിഞ്ചുവിനെ കുഴി വെട്ടാൻ ഏൽപ്പിച്ചു, സുട്ടുവിനെ മരം വെക്കാൻ ഏൽപ്പിച്ചു, എന്നെ കുഴി മൂടാനും ഏൽപ്പിച്ചു. അതിന് മരം വെക്കാൻ ഏൽപ്പിച്ച സുട്ടു എന്ന് ലീവാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. എന്താ ചേട്ടന്റെ മുഖത്തൊരു മ്ലാനത? എന്തു പറയാൻ, മുമ്പില് കല്യാണി സിൽക്സ് വന്നതോടെ എന്റെ കച്ചവടം പൂട്ടി. നീ തന്നെ പറ ടിൻഡു, എന്താപ്പൊ ചെയ്യ? ഒരൊറ്റ പണിയേ ഉള്ളു ചേട്ടാ, ചേട്ടന്റെ കടയുടെ പേര് മാറ്റാ. പേര് മാറ്റാനോ? ഒരു രക്ഷയില്ല. എന്റെ അച്ഛനിട്ട പേരാ ഡ്രീം എന്നത്. ചേട്ടന് പറ്റിയ പേര് തന്നെ. അതെന്താ? കച്ചവടം ഒന്നും ഇല്ലല്ലോ, ഫുൾ ടൈം ഡ്രീം ചെയ്യലല്ലേ. എന്താപ്പൊ ചെയ്യ? ചേട്ടൻ എന്തായാലും കടയുടെ പേരൊന്ന് മാറ്റേണ്ടി വരും. എന്നാ പ്രശ്നമൊക്കെ തീരുവോ? അത് ഗ്യാരണ്ടിയാ. കല്യാണി സിൽക്സിന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇവിടെ ഉണ്ടാവും. ചേടാ, അതെങ്ങനെ? ഇപ്പൊ ചേട്ടന്റെ കടയുടെ പേരെന്താ? ഡ്രീം. അതൊന്ന് മലയാളത്തിലാക്കിയാ മതി. അപ്പോ സ്വപ്നമെന്നോ? അത് തന്നെ. കല്യാണി സിൽക്സിന്റെ പരസ്യം കണ്ടിട്ട് എല്ലാരും ഇങ്ങോട്ട് തന്നെ വരും. അതെങ്ങനെ? അങ്ങോട്ടൊന്ന് നോക്ക്. എപ്പോൾ സമര പരിപാടികൾ ആരംഭിക്കും? ഇപ്പോൾ ഇങ്ങനെ പോയ ടിൻഡുവിന്റെ കാര്യം പോക്ക. അവനെ വിളിച്ചൊന്ന് ഉപദേശിക്ക്. എപ്പ നോക്കിയാലും ടിവിന്റെ മുന്നിലാ. അതിന് ഞാനില്ലേ ഇവിടെ. നിങ്ങൾ ഓഫാക്കിയാ പിന്നെ അവന്റെ നായാട്ടാ. ആഹാ, ഏത് നേരം നോക്കിയാലും ഗുസ്തിയും കണ്ടിരിക്കും. ടിൻഡു ഇങ്ങോട്ട് വാ. അമ്മ പറഞ്ഞു നീ ഏതു നേരം TV കാണലാണെന്ന്. ശരിയാണോ? ഏയ്, ഞാനോ? ആ സമയത്ത് നിനക്ക് വല്ല GK പുസ്തകം എടുത്ത് വായിച്ചൂടെ? എനിക്ക് നല്ല GK-യാ. എന്നാ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഓക്കേ, ഷൂട്ട്. ആരാ എവറസ്റ്റിനെ കീഴടക്കിയത്? പറ. അണ്ടർടേക്കർ. അതാരാ? കഷ്ടം, അച്ഛന് അണ്ടർടേക്കർ അറിയില്ലേ? WWF ഗുസ്തിക്കാരനാ. എടാ, എവറസ്റ്റ് ഗുസ്തിക്കാരനല്ല, കൊടുമുടിയാ, കൊടുമുടി. ഓ, എവറസ്റ്റ്. അത് 11 പേര് ചേർന്നാ കീഴടക്കിയത്. 11 പേരോ? ഒരു സായിപ്പും 10 ഇന്ത്യക്കാരും ചേർന്നാ, അതും സർദാർജിമാര്. വിഡിത്തം പറയാതെടാ. ഹില്ലാരിയും ടെൻസിംഗുമാണ് എവറസ്റ്റ് കീഴടക്കിയത്. അത് തന്നെ, 10 സിംഗുമാരും ഒരു സായിപ്പും. എന്താ ദീപു, മുഖത്തൊരു സന്തോഷം? ഞാനൊരു സ്വപ്നം കണ്ടു. അത് നല്ലതാ. എപ്പോഴും സ്വപ്നം കാണാൻ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും എല്ലാ പീരീഡും നീ കിടന്നുറങ്ങുന്നത്. അല്ല, എന്ത് സ്വപ്നമാ നീ കണ്ടത്? അതൊക്കെ ഉണ്ട് മോനെ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മിക്കതും നടന്നിട്ടുണ്ടടാ. ഓഹോ, നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എല്ലാത്തിനും പൊട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ഫലിച്ചില്ലേ? ആ കാര്യം എനിക്ക് സ്വപ്നം കാണാതെ തന്നെ അറിയാം. ഞാൻ ഇന്നലെ രാജാവായിട്ട് വാഴുന്നതാ സ്വപ്നം കണ്ടത്, അതും പുലർച്ചയ്ക്ക്. അതിനെന്താ? എടാ, പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. നീ രാജാവോ? പോരാത്തതിന് ഞാൻ അന്നദാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ശരി, ഇപ്പം കാര്യം പിടികിട്ടി. എന്തു കാര്യം? തലപ്പാവ് വെച്ചിട്ടല്ലേ നീ നിന്നെ കണ്ടത്? അതെ. പിന്നെ അന്നദാനവും നടത്തിയല്ലേ? സംഗതി പിടികിട്ടി. എന്ത്? ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഒഴിവുണ്ടെന്ന് പത്രത്തിൽ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. അല്ല, ഈ മേനോൻ ഡോക്ടർ വീട് എവിടെയാ? മേനോൻ ഡോക്ടറോ? അതാരാ? ജംഗ്ഷനില് പുതുതായി വന്ന കുട്ടികളെ നോക്കുന്ന ഡോക്ടറാ. ശരിയാ. ജംഗ്ഷനില് വടത്തോട്ട് തിരിഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെയാ. ഇവനെ കാണിക്കാനാണോ? അതെ, എന്റെ മോനാ, ഓമനക്കുട്ടൻ. ഒറ്റ മോനാ. മതിയില്ലോ. ഓമനക്കുട്ടനെ
നല്ല ഓമനയാ. മോന്ത കണ്ടാ മതി. ഒരു ലക്ഷണം കെട്ട ചെക്കനല്ലേ? ഒരു കാട്ടുമാക്കാന്റെ മോന്ത അല്ലേ? ആരാ നിങ്ങൾ കാട്ടുമാക്കാൻ വിളിച്ചത്? ഞാനല്ല, ഇയാളാ നിങ്ങളെ മോനെ അങ്ങനെ വിളിച്ചേ. സാമദ്രോഹി. ആഹാ, അത്രയ്ക്കായോ? കള്ളക്കളവൻ. ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മോനെ, ഏതാ ഈ മേനോൻ ഡോക്ടർ വീട്? ദേ ആ കാണുന്നതാ. ഏതാ ആ കവലയിൽ നിൽക്കുന്ന ജുബക്കാരൻ കളവൻ? അത് റപ്പായിച്ചിട്ടനാ. അയാൾ എന്റെ മോനെ കാട്ടുമാക്കനെന്ന് വിളിച്ചു. ആഹാ, അത്രയ്ക്കായോ? കുട്ടികളെ എങ്ങനെയൊക്കെയാ വിളിക്കുന്നത്? കഷ്ടം തന്നെ. അയാളെ ഞാൻ വെറുതെ വിടില്ല. ആദ്യം ഞാനൊന്ന് ഡോക്ടറെ കാണിക്കട്ടെ, എന്നിട്ടാവാൻ ബാക്കി. ആന്റി ഒരു കാര്യം ചെയ്യ്, ഡോക്ടറെ കണ്ടുവരുന്നത് വരെ ഈ കുരങ്ങന്റെ കുട്ടിയെ എനിക്ക് കളിക്കാൻ തരുമോ? അല്ല, ഇതിന്റെ വാലെവിടെ? എന്റെ ഡിൻഡോ, എനിക്കിപ്പോ വീട്ടിലേക്ക് പോവാൻ തന്നെ തോന്നുന്നില്ല. എന്ത് പറ്റിയടാ? അവിടെ അമ്മമ്മ താമസിക്കാൻ വന്നിട്ടുണ്ട് 2 മാസം. അത് നല്ല കാര്യമല്ലേ? നല്ല നല്ല കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ. അവര് തന്നെ ഒരു കഥയില്ലാത്ത സ്ത്രീയാ. എടാ, സ്വന്തം അമ്മമ്മയല്ലേ, അങ്ങനെയൊന്നും പറയാതെ. നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാ അവരുടെ കിടപ്പ് ഇപ്പൊ എന്റെ മുറിയിലാ, ഞാൻ സോഫയിലും. രാത്രി കുടിക്കാൻ കിട്ടുന്ന ഒരു ഗ്ലാസ് പാല് ഇപ്പൊ അവരാ വിഴുങ്ങുന്നത്. അതേതായാലും മോശം തന്നെ. ഹലോ, എന്താ അമ്മേ? എന്റെ അമ്മോ, എടാ അമ്മമ്മ ബൈക്കിൽ ഒഴിക്കാൻ വെച്ച പെട്രോൾ എടുത്ത് കുടിച്ചു. എന്നിട്ട് ഇപ്പൊ വീടിന് ചുറ്റും ഓടുകയാണത്രേ. എത്ര ലിറ്റർ കുടിച്ചു എന്നറിയോ? 1 ലിറ്റർ കുടിച്ചു പോലും. എന്നാ പ്രശ്നമില്ല. അതെന്താ? പഴയ എഞ്ചിൻ അല്ലടാ, മൈലേജ് കുറവായതിനാൽ വൈകാതെ നിന്നോളൂ. എന്നാലും ബ്രിട്ടീഷുകാരെ എത്രയോ നല്ല കാര്യങ്ങളൊക്കെയാ ചെയ്തിട്ട് പോയതല്ലേ? അങ്ങനെയൊന്നും പറയാതെ. എത്ര ബുദ്ധിമുട്ടിയാ ഗാന്ധിജിയും കൂട്ടുകാരും നമുക്കൊരു സ്വാതന്ത്ര്യം മേടിച്ചു തന്നെ. എന്തോന്ന് സ്വാതന്ത്ര്യം? അതിനുശേഷം കള രാഷ്ട്രീയക്കാര് നാട് മുഴുവൻ കട്ടുമുടിച്ചില്ലേ? അല്ല അങ്കിള് ബ്രിട്ടീഷുകാരുടെ സൈഡാണോ? അതല്ല, ബ്രിട്ടീഷുകാരല്ലേ ഇവിടെ റെയിൽവേ കൊണ്ടുവന്നത്. പിന്നെ ടെലിഫോണ്, ടെലിഗ്രാഫ്, എല്ലാ വികസനവും അവർ തന്നെ കൊണ്ടുവന്നതാ. അത് അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാ. നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. എന്തായാലും ബ്രിട്ടീഷുകാർ എന്നോട് വലിയൊരു ചതി കാണിച്ചു. അത് ഞാൻ പൊറുക്കത്തില്ല. ബ്രിട്ടീഷുകാർ നിന്നോട് എന്ത് കാണിച്ചെന്നാ? അവരിവിടെ നിന്ന് പോകുമ്പോ വേറൊരു സാധനം ഇവിടെ ഇട്ടിട്ടാ പോയത്. അത് കാരണം എല്ലാ കൊല്ലം എനിക്ക് കിട്ടുന്നതേ മൊട്ടയാ, മൊട്ട. എന്താ അവരിവിടെ ഇട്ടിട്ട് പോയത്? അത് മനസ്സിലായില്ല. അവരുടെ പണ്ടാര ഭാഷ തന്നെ ഇംഗ്ലീഷ്. അല്ല ശശി, വെക്കേഷൻ എവിടെയും പോയില്ല അല്ലേ? ഇല്ല മാഷേ, ഇതുവരെ പോയില്ല. ഭാര്യയാണെങ്കിൽ കയറ് പൊട്ടിക്കുക. എന്റെ സ്ഥിതി അത് തന്നെയാ. ഫാമിലിയുമായി ഒന്ന് പുറത്തു പോയി വരണമെങ്കിലേ ₹20 എന്തായാലും പൊട്ടും. പോരാത്തതിന് ടിൻഡുവിന് വെക്കേഷൻ ക്ലാസ് ഉണ്ടേ. ആഹാ, എന്തിനത്? എന്താ അത്? കണക്ക് എളുപ്പമാക്കുന്ന ഒരു സംഗതിയില്ലേ, അക്കാ ബസ്സോ? എടോ അബാക്കസ്, കൊറേ കാശായിട്ടുണ്ടാവുമല്ലോ. 1200 രൂപ അഡ്മിഷൻ ഫീസ്, പിന്നെ മാസം തോറും 500 രൂപ കൊടുക്കണം. എന്തിനാടോ അതിനൊക്കെ പറഞ്ഞേക്കുന്നേ? അടുത്ത കൊല്ലം ഞാനാ ടിൻഡുവിന്റെ കണക്ക് മാഷ്. പിന്നെന്താ? അതാണ് എന്റെയും പേടി. കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ ലോകത്തിലെ 1ാം നമ്പർ കോടീശ്വരൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതൊരാളല്ലേ? ബിൽ ഗേറ്റ്സ്. അതാണ് പുള്ളിയുടെ പേര്. ലോക പ്രശസ്തമായ വിൻഡോസ് പുള്ളിയാണ് നിർമ്മിച്ചത്. ആ വിൻഡോസ് ആണ് ലോകത്തിലാകമാനം ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തോ ഇത് കേട്ടിട്ട് പുള്ളിയോട് അത്ര മതിപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. അതെന്താടാ? പുള്ളിയുടെ പേരെന്താ? ബിൽ ഗേറ്റ്സ്. തറവാട് പേര് ഗേറ്റ്സ് എന്നാ. എന്നിട്ട് എന്തിനാ പുള്ളി ചെറിയ വിൻഡോസ് വിറ്റ് നടക്കുന്നേ? ഗേറ്റ്സ് ഉണ്ടാക്കി വിട്ടൂടെ? എങ്ങോട്ടാ രാവിലെ തന്നെ? ഞാനും ദീപുവും ഡുണ്ടും കൂടി ഒരു ചെറിയ പിക്നിക് സംഘടിപ്പിച്ചു. അപ്പോ ഭക്ഷണമെല്ലാം? ദീപു കട്ട്ലറ്റ് കൊണ്ടുവരും, ഡുണ്ടു സമൂസയും, എന്റെ വക ജ്യൂസാ. ശരി, പോയി വാ. അയ്യോ, ഞാൻ ജ്യൂസ് എടുക്കാൻ മറന്നുപോയി. ഇതാ അവന്റെ പ്രശ്നം. പോയി എടുത്തോണ്ട് വാ, വേഗം പോയി വാ. അരമണിക്കൂർ കൊണ്ട് നിന്റെ വീട്ടിലെത്തുമല്ലോ. ഞാൻ വരുന്നത് വരെ നിങ്ങൾ കട്ട്ലറ്റും സമൂസയും തൊട്ടുപോയരുത്. ഇല്ല, നീ ജ്യൂസ് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ ഇത് തൊടില്ല. എടോ, പെട്ടെന്ന് പോയി വാ. ഞാൻ വന്നിട്ട് എണ്ണ നോക്കും. ഇവനിത്
എവിടെ പോയി? സമയം ഉച്ചയായല്ലോ. 1/2 മണിക്കൂർ മതി വീട്ടിൽ പോയി വരാൻ. ഇവനെന്താ ഇങ്ങനെ വൈകുന്നേ? ദൈവമേ, വയറ് കത്തുന്നു. എന്തൊരു വിശപ്പാ. ഇവൻ എവിടെ പോയി തൊലഞ്ഞു? ഇവൻ പോയിട്ടിപ്പോ 8 മണിക്കൂറായി. സന്ധ്യയാവാൻ പോണു. ഞാനിപ്പോ വിശന്ന് ചാവും. ഏതായാലും പിക്നിക് കൊളമായി. ഞാൻ എന്തായാലും സമൂസ എടുത്ത് തിന്നാൻ പോവാ. ഞാൻ കട്ട്ലറ്റും. നീ എന്തെടുക്കാടാ അവിടെ? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇതാണല്ലടാ വിശ്വാസം. ഞാൻ ഇത്രയും നേരം ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഞാനില്ലാതെ ഭക്ഷണം കഴിക്കുമോന്ന് നോക്കുകയായിരുന്നു. ഇനി ജ്യൂസ് കൊണ്ടു തരുന്ന പ്രശ്നം. നീ അറിഞ്ഞോടാ, എന്റെ മകൻ ജോണിക്കുട്ടി ജപ്പാനിന്ന് വന്നു. ആണോ? കാണാൻ ഞാൻ വരുന്നുണ്ട്. മക്കളും ഉണ്ട്. ആണോ? എന്തൊക്കെയാ പേര്? നാക്കിമോട്ടോ, പിന്നെ യാക്കസാക്കി. നല്ല ഐശ്വര്യമുള്ള പേര് തന്നെ. അവന്റെ ഭാര്യ ജപ്പാൻകാരിയല്ലേടാ, അവളുടെ പേര് വാക്കസാക്കി എന്നാ. കാവസാക്കി എന്ന് കേട്ടിട്ടുണ്ട്. അതവന്റെ അളിയൻ. അത് ശരി, കൊള്ളാലോ. ഞാനും പോകുന്നുണ്ട് ജപ്പാനിലേക്ക്. ചേട്ടൻ പണ്ടേ ആള് ജപ്പാനല്ലേ? ഒന്ന് പോടാ, എന്നെ കാണാൻ കാത്തു നിൽക്കുകയാ ജപ്പാൻകാര്. 2 ദുരിതങ്ങൾ അവർ അതിജീവിച്ചതാ. 3ാമതൊരെണ്ണം കൂടി വേണോ? അവന്റെ ഒരു തമാശ. നീ ഉദ്ദേശിച്ചത് ഹിരോഷിമയും നാഗസാക്കിയും അല്ലേ? അത് തന്നെ. എന്നാലും ഈ ജപ്പാൻകാരുടെ ഒരു കാര്യം എന്താണടാ? സാധാരണ നമ്മൾ മരിച്ചാൽ എന്താ ചെയ്യാ? കുഴിച്ചിടും, ചിലര് ദഹിപ്പിക്കും. ഓരോരോ ജാതിയില് ഓരോരോ രീതികള്. പക്ഷെ ജപ്പാൻകാര് മരിച്ചാൽ എങ്ങനെയാണെന്നറിയോ? എങ്ങനാടാ? അവരെ അന്തരീക്ഷത്തിലാ സംസ്കരിക്കുന്നത്. അന്തരീക്ഷത്തിൽ എങ്ങനാടാ വിട്ടി സംസ്കരിക്കുന്നേ? എന്റെ ചേട്ടാ, ഞാൻ ഇന്നലെ ഹിസ്റ്ററി ചാനൽ വെച്ചപ്പോ കേട്ടതാ. ഹിരോഷിമയിൽ മരിച്ച രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ ശോകമുഖമായ അന്തരീക്ഷത്തിൽ സംസ്കരിച്ചു. അച്ഛനെ നോക്കി നമ്മുടെ തോമാച്ചൻ നടക്കുന്നുണ്ടേ. ദൈവമേ, കാലമാടൻ ലാൻഡ് ചെയ്തോ? ഇപ്പൊ ഒന്ന് കാണണം. കണ്ട പേടിയാവും. അവൻ പണ്ടേ അങ്ങനെയാ. കണ്ടാലൊരു ഗഡോൽക്കച്ചനാ. അച്ഛൻ എത്ര കാശ് കൊടുക്കാനുണ്ട്? വെറും 20,000 രൂപ. എന്നാലത് കൊടുത്തൂടെ? കയ്യില് വേണ്ടേ? നിനക്കറിയാലോ, അച്ഛന്റെ കയ്യില് 10 പൈസ ഇല്ല. അച്ഛനാണത്രേ അച്ഛൻ. ദൈവമേ, തോമാച്ചനല്ലേ വരുന്നത്? ആ ശശി, തരാനുള്ളത് ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എനിക്ക് എത്ര തരാനുള്ളത്? 20,000 രൂപ. തോമാച്ച, സ്വൽപ്പം ടൈറ്റാ. പെട്ടെന്ന് ശരിയാക്കി തരാം. ഇത് പണ്ട് പപ്പു പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പൊ ശരിയാക്കി തരും? ഫെബ്രുവരി ആവും. അയ്യടാ, ഫെബ്രുവരിക്ക് ഇനി 2 മാസം ഇല്ലേ? എനിക്ക് അടുത്ത ആഴ്ച കിട്ടണം. എങ്ങനെയും ജനുവരി വരെ. അപ്പോഴേക്ക് എന്തായാലും ശരിയാക്കി തരാം. ഒരു രക്ഷയില്ല, ഒരാഴ്ച പറ്റൂല തോമാച്ച. ശരി ശരി, ഞാനൊരു ഫേവർ ചെയ്യാം. വേറൊരു രക്ഷയുമില്ലായിട്ടാ. താനിപ്പോ 10,000 താ, ബാക്കി ഞാനങ്ങ് മറന്നേക്കാം, പോരെ? പക്ഷെ 10,000 എനിക്ക് ഇപ്പൊ കിട്ടണം. അപ്പോ ഒരു പകുതി ചേട്ടൻ മറന്നല്ലേ? അതെ. എന്നാലൊരു കാര്യം ചെയ്യാച്ചാ, അച്ഛനും ബാക്കി പകുതി 10,000 രൂപ അങ്ങ് മറന്നു കളാ. പ്രശ്നം സോൾവ് ആയല്ലോ. എടാ നോക്കിക്കേ, ഞാൻ വലുതാകുമ്പോ എന്തായാലും IPS ആവും. IPSോ? നീയോ? എന്തേ ഒരു പുണ്യം. ഞാനൊരു സംഭവമാ, നിനക്കറിയാഞ്ഞിട്ടാ. നീ ഭയങ്കര സംഭവമാണല്ലേ. പക്ഷേ പോരാ. അതെന്താ പോരാത്തത്? ബുദ്ധി മാത്രം പോരാ മോനെ, കൂർമ്മ ബുദ്ധി വേണം. കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമയല്ലേ? ആമയ്ക്ക് എവിടുന്നാടാ ബുദ്ധി? ഓ, ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ബുദ്ധി പോരാ, കുറച്ച് കൂടുതൽ വേണമെന്ന്. എന്നെ പോലെ. നിന്നെ പോലെ ആണെങ്കി വേണ്ട മോനെ. നമുക്ക് നോക്കാം ആർക്കാ IPS കിട്ടുന്നതെന്ന്. ആയിക്കോട്ടെ, ഞാനൊരു ചെറിയ സംഭവം ചോദിക്കും. ഓക്കെ, ഈ സഞ്ചി കണ്ടോ? ഇതില് കുറച്ച് ആപ്പിളുകൾ ഉണ്ട്. എത്രയാണെന്ന് നീ പറയണം. ഇതാണോ ഈ IPS ചോദ്യം? നീ തോക്കി കയറി വെടിവെക്കാതെ ആലോചിച്ച് ഉത്തരം പറ. അത് പറ്റില്ല അല്ലേ? എടാ, എന്നെ പോലെ ഷാർപ്പായിരിക്കണം, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ ശരിക്കും പറഞ്ഞാ നീ എനിക്ക് എന്ത് സമ്മാനം തരും? ഓക്കെ, നീ എണ്ണം ശരിക്കും കൃത്യമായി പറഞ്ഞാൽ ഈ സഞ്ചിയിലുള്ള മൊത്തം 8 ആപ്പിളും ഞാൻ നിനക്ക് തരും, പോരെ?